സ്നേഹമുള്ളവരെ, സഭാപ്രസംഗകന്റെ ആമുഖ ഭാഗമാണ് ഈ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത്. വളരെ ചെറിയൊരു ഭാഗമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോഗോസ് ക്വിസിനായി ഒരുങ്ങുന്ന കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, കൊഹേലത്ത് എന്ന ഭാഷാപദം ഏത്? ഹീബ്രു. ക്വസ്റ്റ്യൻ നമ്പർ 2, സഭാപ്രസംഗകൻ എന്ന പഴയ നിയമ ഗ്രന്ഥം ഏത് ഹീബ്രു പദത്തിന്റെ തർജ്ജമയാണ്? ഉത്തരം കൊഹേലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 3, സഭാപ്രസംഗകന്റെ ഗ്രന്ഥകർത്താവ് ആര്? ഉത്തരം ദാവീദിന്റെ പുത്രനും ജെറുസലേമിൻ രാജാവും. ക്വസ്റ്റ്യൻ നമ്പർ 4, ദാവീദിന്റെ പുത്രനും ജെറുസലേമിൻ രാജാവുമായവൻ എന്ന് പറയുന്നത് ആരെ? ഉത്തരം സോളമൻ രാജാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 5, സഭാപ്രസംഗകൻ എന്ന് രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം? ഉത്തരം BC 3-ാം നൂറ്റാണ്ടിൽ ഏതോ യഹൂദ ചിന്തകൻ ഈ ഗ്രന്ഥം രചിച്ചു എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 6, സഭാപ്രസംഗകൻ എന്ന ഗ്രന്ഥത്തിൽ സ്വാധീനം ചെലുത്തുന്ന തത്വചിന്ത ഏത്? ഉത്തരം ഗ്രീക്ക് തത്വചിന്ത. ക്വസ്റ്റ്യൻ നമ്പർ 7, സഭാപ്രസംഗകൻ എന്ന ഗ്രന്ഥത്തിന്റെ ഏകദേശ ഘടന എന്താണ്? ഉത്തരം മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ. ക്വസ്റ്റ്യൻ നമ്പർ 8, സഭാപ്രസംഗകൻ എന്ന ഗ്രന്ഥകർത്താവിന്റെ പരിവേഷണങ്ങൾ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? ഉത്തരം ഈ ലോകവും ഇതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും മിഥ്യയാണ് എന്ന ചിന്തയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 9, എന്തെല്ലാമാണ് ഗ്രന്ഥകാരൻ അംഗീകരിക്കുന്നത്? ഉത്തരം ദൈവത്തിന്റെ അധീശത്വവും ദൈവിക പദ്ധതികളും. ക്വസ്റ്റ്യൻ നമ്പർ 10, സഭാപ്രസംഗകനെ എങ്ങനെ പരിഗണിക്കണം? ഉത്തരം വിപ്ലവ കാലഘട്ടത്തിലൂടെ പ്രകടമായ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും പാതയിൽ എത്തുന്നതിന് മുൻപുള്ള പരിവർത്തന കണ്ണിയായി. നന്ദി, നമസ്കാരം.